പാസ്പോർട്ട്, ക്രെഡിറ്റ് കാർഡ്, ഇമാതിരി സാധനങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റില്ല, എസ്പെഷ്യലി എമിറേറ്റ്സ് ഐ ഡി. നിങ്ങൾ GCC കൺട്രി അതേപോലെ UAE താമസിക്കുന്ന ഒരാളാണ്, എമിറേറ്റ്സ് ഐ ഡി ഒരിക്കലും നിങ്ങൾ വിട്ടുകൊടുക്കാൻ പാടില്ല. എൻ്റെ ഒരു സുഹൃത്ത് ഒരു വർഷം ഇതിന് പേര് അനുഭവിക്കുന്നു. നിങ്ങൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി പിന്നെ ഡെപ്പോസിറ്റ് മെഷീൻ്റെ മുമ്പിൽ നിൽക്കും ആരെങ്കിലും ചോദിക്കാറുണ്ടോ ഒന്ന് എമിറേറ്റ്സ് ഐ ഡി ഒരു കുത്തട്ടെ? കൊടുക്കരുത്. എൻ്റെ സുഹൃത്ത് നൗജസ് തലശ്ശേരിക്കാരനാണ്. ഇദ്ദേഹം താൻ നോക്കി നടത്തുന്ന ഹൈപ്പർ മാർക്കറ്റിൽ ഒരു കസ്റ്റമർ വന്ന് നല്ല വേഷധാരണയോടെ വന്നൊരു കസ്റ്റമറാണ്. ഇന്ന് പിന്നെ എമിറേറ്റ്സ് ഐ ഡി തരാമോ, ജസ്റ്റ് വോണ്ട് ടു ഡെപ്പോസിറ്റ്, അതർവൈസ് ഞാൻ പോയി പിന്നെ തിരിച്ചു വരേണ്ടി വരുന്നു പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഇയാൾ കൊടുത്തു. പിന്നെ പൈസ ഡെപ്പോസിറ്റ് ചെയ്തു. അയാൾ നന്ദി പറഞ്ഞു, അയാൾ പോകുന്നു. ആദ്യം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു, 4 മാസം കഴിഞ്ഞു. 8 മാസങ്ങൾക്ക് ശേഷമാണ് പിന്നെ ഇദ്ദേഹത്തിന് ആ കോൾ വന്നത്. പോലീസ് സ്റ്റേഷനിൽ കോൾ വരും. ഒരു ഏകദേശം ഒരു 11-12 മണിയാകുമ്പോൾ നിങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു. അയാൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. 2 ദിവസം അയാൾ ഇരുട്ടത്ത് പോലീസ് സ്റ്റേഷനിൽ കിടന്നു. ബാക്കി അവർ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് നോക്കുന്ന എൻ്റെ ID നോക്കിയിട്ട് എന്ത് പറയുകയാണ്, ഏതോ ഡേറ്റ് ഒരു 8 മാസം മുമ്പുള്ള ഡേറ്റ് പറഞ്ഞിട്ട് വന്ന ആ സമയത്ത് ഞാൻ എല്ലാ ഡ്രഗ്സ് വാങ്ങിച്ച് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നിട്ട് വിട്ടോ, പല്ല് ടെസ്റ്റ് ചെയ്തു, എല്ല് ടെസ്റ്റ് ചെയ്തു, സെല്ല് ടെസ്റ്റ് ചെയ്തു, രക്തം, മൂത്രം, മലം, ഇതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇദ്ദേഹത്തിന് വിട്ടത്. അതിന് പിറ്റേ ദിവസം റിസൾട്ട് വന്നേരം ആശ്വാസമായിട്ട്. എന്നിട്ട് വിട്ടോ, 1 വർഷം അവരുടെ CCTV വലയത്തിലായിരുന്നു ഇദ്ദേഹം. സത്യം പറഞ്ഞാൽ 1 മാസം റോമയിലായിരുന്നു കേട്ടോ. സത്യം അത് ഇറങ്ങിയിട്ട് മാനസികമായിട്ടും ഒക്കെ ടയേർഡായി പോയി. അതുകൊണ്ട് പിന്നെ മൂപ്പര് തന്നെ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പാടില്ല. ഒരു ഹെൽപ്പ് ചെയ്തോ കുടുങ്ങിയ ഒരാളെ എത്ര നമ്മൾ ഒരു സാധാ വെച്ചിട്ട് കൊടുത്തോ കുടുങ്ങും. കാരണം നമ്മളറിയാതെ നമ്മൾ ഒരാൾക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴായിരിക്കണം നമുക്കിതിൻ്റെ തിരിച്ചടി നമ്മൾ ഏൽക്കാൻ പോകുന്നത്. എമിറേറ്റ്സ് ഐ ഡി മാത്രമല്ല, നിങ്ങളെ പാസ്പോർട്ട് ആയിക്കോട്ടെ, ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ, വോട്ടെവർ ക്രെഡൻഷ്യൽസ് നിങ്ങൾ മറ്റൊരാൾക്ക് കൈവിട്ട് കൊടുക്കാൻ പാടില്ല. സുഹൃത്തായിക്കോട്ടെ, കട്ടച്ചങ്ങായി ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, എല്ലാം നിങ്ങളെ കാര്യത്തിന് മാത്രം. നിങ്ങൾ കുടുങ്ങിയാൽ നിങ്ങൾ മാത്രമേ ഉണ്ടാവും. ശ്രദ്ധിക്കുക.